വെൽക്കം ബാക്ക് ടു മാത്സ് ട്യൂഷൻ. ഇന്ന് ക്യുസാറ്റിൻ്റെ ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കുട്ടികളുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കാണുക, കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യണം. ഞാൻ ടീമിനിടുന്ന ക്വസ്റ്റ്യൻസും നിങ്ങൾ നോക്കണം, അത് നിങ്ങൾക്ക് പ്രയോജനപ്പെടും. എല്ലാം ഡിഫറെൻ്റ് ആയതുകൊണ്ട് നിങ്ങൾ ഇടുന്ന എല്ലാ ക്വസ്റ്റ്യൻസും ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ, നമുക്ക് തുടങ്ങാം. Determinant f of x is equal to determinant sin x plus sin 2x plus sin 3x. sin 2x sin 3x. Three plus 4 sin x, 3 4 sin x, 1 plus sin x, sin x 1. Find integral 0 to pi by 2 f of x dx. ഇതിങ്ങനെ ഇവാലുവേറ്റ് ചെയ്യാൻ കുറച്ച് ടൈം എടുക്കും. നമുക്ക് പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യാം. പ്രോപ്പർട്ടി ഓഫ് ഡിറ്റർമിനൻറ്റ്. നമുക്ക് ഫസ്റ്റ് കോളം ഞാനിങ്ങനെ ഒരു ചേഞ്ച് വരുത്തുകയാണ്. C1 മൈനസ് C2 മൈനസ് C3. C1ൽ നിന്ന് C2 മൈനസ് ചെയ്യുന്നു, എന്നിട്ട് അതിൽ നിന്ന് C3 മൈനസ് ചെയ്യുന്നു. അല്ലെങ്കിൽ C1 മൈനസ് C2 പ്ലസ് C3. നമുക്ക് ഡിറ്റർമിനൻറ്റ് എങ്ങനെ വരും? ദിസ് മൈനസ് this plus this, sin 2x ഉം sin 3x ഉം പോവും അല്ലേ? എന്ത് കിട്ടും? sin x. 3 plus 4 sin x minus of 3 plus 4 sin x 0 0. sin 2x sin 3x 3 4 sin x sin x 1. ഇത് രണ്ടും 0 ആണല്ലേ ഈ കോളത്തിൽ. അപ്പം നമുക്കിത് ഡിറ്റർമിനൻറ്റ് ഇവാലുവേറ്റ് ചെയ്യാൻ ഫസ്റ്റ് മാത്രം എടുത്താൽ മതി. sin x ഇൻറ്റു ദിസ് മൈനസ് ദിസ്. sin x ഇൻറ്റു 3 ഇൻറ്റു 1 മൈനസ് 4 sin square x. ബ്രാക്കറ്റ് ഓപ്പൺ, വി ഗെറ്റ് 3 sin x മൈനസ് 4 sin ക്യൂബ് എക്സ്. നിങ്ങൾ പ്ലസ് 1 പഠിച്ച ഫോർമുലയാണ്. 3 sin a മൈനസ് 4 sin ക്യൂബ് എ എന്താ? sin 3a. ത്രീ sin a മൈനസ് 4 sin ക്യൂബ് എ sin 3a. നമുക്കിത് എന്തെഴുതാം? sin 3x. ഇൻ്റഗ്രൽ 0 to pi by 2 f of x dx. നമുക്ക് f of x എന്ത് കിട്ടി? sin 3x കിട്ടി അല്ലേ? മൈനസ് cos 3x ഡിവൈഡഡ് ബൈ 3. ഇതിൻ്റെ ലിമിറ്റ് 0 to pi by 2. മൈനസ് 1/3 ഇൻറ്റു cos 3 ഇൻറ്റു pi by 2 cos 270 0 cos 0 1. ആൻസർ പോസിറ്റീവ് 1/3. ക്വസ്റ്റ്യൻ നമ്പർ 2. One plus omega square the whole raised to n, 1 plus omega raised to 4, where omega is a cube root of unity. നിങ്ങൾ കോംപ്ലക്സ് നമ്പറിൽ ഇത് പഠിച്ചിട്ടില്ല. തൽക്കാലം ഞാൻ അത്യാവശ്യമുള്ള റിസൾട്ട് മാത്രം ഒന്ന് പറയാം. Find the least value of least positive value.
ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്ന ഏറ്റവും ചെറിയ നമ്പർ. ഞാനിവിടെ ഓപ്ഷൻസ് ഒന്ന് പറയാം. A2, B3, C4, C6, D5. ഒമേഗ ഈസ് എ ക്യൂബ് റൂട്ട് ഓഫ് യൂണിറ്റി. ഇങ്ങനെയാണെങ്കിൽ ഒമേഗ ക്യൂബ് എന്ന് പറയുന്നത് എപ്പോഴും 1 ആയിരിക്കും. 1 പ്ലസ് ഒമേഗ സ്ക്വയർ ഓൾവേസ് 0. ഇത് നിങ്ങളൊന്ന് നോട്ട് ചെയ്തോണം. കൂടുതൽ ഞാൻ എക്സ്പ്ലനേഷനിലോട്ട് പോയ ടൈം ഒത്തിരി പോകും. അതുകൊണ്ട് തൽക്കാലം അത്യാവശ്യമുള്ള റിസൾട്ട് മാത്രം നിങ്ങളൊന്ന് നോട്ട് ചെയ്യുക. ഇഫ് ഒമേഗ ഈസ് എ ക്യൂബ് റൂട്ട് ഓഫ് യൂണിറ്റി ദെൻ ഒമേഗ ക്യൂബ് ഈസ് ഈക്വൽ ടു 1. 1 പ്ലസ് ഒമേഗ സ്ക്വയർ ഈസ് ഓൾവേസ് 0. 1 പ്ലസ് ഒമേഗ സ്ക്വയറിന് വരുന്നു നമുക്ക് എന്തെഴുതാം? മൈനസ് ഒമേഗ. വൺ പ്ലസ് ഒമേഗ സ്ക്വയർ റേസ് ടു n ഒമേഗ റേസ് ടു 4. ഒമേഗ റേസ് ടു 4നെ നമുക്ക് എങ്ങനെ എഴുതാം? ഒമേഗ ക്യൂബ് ഇൻറ്റു ഒമേഗ ക്യൂബ് എന്താ? 1. 1 പ്ലസ് ഒമേഗ സ്ക്വയർ മൈനസ് ഒമേഗ ദ ഹോൾ റേസ് ടു n മൈനസ് ഒമേഗ സ്ക്വയർ. That is minus 1 the whole raised to n into omega raised to n minus omega square. നമുക്കിപ്പോൾ ഇവിടെ ഓപ്ഷനിൽ തന്നിരിക്കുന്നത് 2 ആണ് കൊടുക്കുന്നതെങ്കിൽ ഇവിടെ എന്ത് വരും? -1 സ്ക്വയർ +1. ഇവിടെ നെഗറ്റീവ് വരില്ല. 3 -1 ക്യൂബ് -1 വരും. ഇവിടെ നെഗറ്റീവ് വരും. പക്ഷെ ഇവിടെ ഒമേഗ ക്യൂബ് എന്താവും? 1 ആയിട്ട് മാറും. LHS RHS ഈക്വൽ ആവില്ല. പിന്നെ 4 പോസിറ്റീവ് ആവും. ലീസ്റ്റ് പോസിറ്റീവ് n is equal to 5. n is equal to 5. -1 raised to 5 -1 omega raised to 5 omega cube into omega square രണ്ടും ഈക്വൽ ആവും. പണ്ട് കോംപ്ലക്സ് നമ്പറിൽ ക്യൂബ് റൂട്ട് ഓഫ് വർഷങ്ങൾക്കൊക്കെ മുമ്പ് ക്യൂബ് റൂട്ട് ഓഫ് യൂണിറ്റി ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ കുറഞ്ഞ് ഒന്നും ഇല്ല, എല്ലാം ഡിലീറ്റഡ് ആണ്. കോംപ്ലക്സ് നമ്പർ പോളാർ ഫോം പോലും ഇല്ല. ക്വസ്റ്റ്യൻ നമ്പർ 3. ദ ഫംഗ്ഷൻ f whose graph passes through zero comma 7/3 and whose derivative is x into root of 1 minus x square. നമുക്ക് ഫംഗ്ഷൻ കാണണം. നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ട്? ഒരു ഫംഗ്ഷൻ, അതിൻ്റെ ഡെറിവേറ്റീവ് തന്നിട്ടുണ്ട്. പിന്നെ കണ്ടീഷൻ എന്താ? ദാറ്റ് ഫംഗ്ഷൻ പാസസ് ത്രൂ 0,7/3 എഫ് ഡാഷ് എക്സ്. നമുക്ക് എഫ് ഡാഷ് എക്സ് തന്നിട്ടുണ്ട്. നമ്മൾ തിരിച്ച് എഫ് എക്സ് കാണാൻ എന്താ ചെയ്യേണ്ടത്? ഇൻ്റഗ്രേഷൻ അല്ലേ? ഇൻ്റഗ്രൽ എക്സ് ഇൻറ്റു റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ ഡി എക്സ്. ഇത് നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യണം. 1 മൈനസ് എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു ടി മൈനസ് 2x ഡി എക്സ് എന്താവും? ഡി ടി. x dx becomes minus 1/2 dt. Integral becomes root of t, that is t raised to half. Minus 1/2 into x raised to n plus 1 by n plus 1. 3/2 by 3/2 plus c. Two cancel. Replace t by
1 minus x square. You have to find C. അല്ലേ? അപ്പോൾ അതിനൊരു കണ്ടീഷൻ തന്നിട്ടുണ്ടല്ലോ. The curve passes through point 073. This is fx. When x is equal to 0, value of the function is 7/3. 7/3 is equal to x 0. 1 raised to any number? 1. 7/3 plus 1/3. C is equal to 8/3. So f of x is equal to minus 1/3 plus 8/3. നോക്കിയതിൽ 1/3 minus 1/3 outside ആണ്. ഇങ്ങനെയാണ് ഓപ്ഷൻ. 1 minus x square the whole raised to 3/2 plus minus 1/3 ആണ് outside ഓപ്ഷൻ. ഇങ്ങനെയാണ് ഓപ്ഷൻ. minus 1/3 into 1 minus x square the whole raised to 3/2 minus 8. ഇവിടെ മൈനസ് ഇൻറ്റു മൈനസ് വന്നാൽ പ്ലസ് ആവും. Question number 4. Find the volume of parallelepiped whose co-terminal edges ഇതും പ്ലസ് ടുവിൻ്റെ ഡിലീറ്റഡ് പോർഷനാണ്. given by 2i minus 3j plus 4k. ക്യൂബോയിഡ് ഓർത്താൽ മതി. i plus 2j minus 2k. Three I minus j plus k. വോളിയം ഓഫ് ക്യൂബോയിഡ് എന്താ? LBH. ഇവിടെ വെക്ടറിൻ്റെ ഇതിൽ വോളിയം വരുമ്പോൾ എന്താണ്? ബോക്സ് ABC. ബോക്സ് മീൻസ് സ്കെയിലാർ ട്രിപ്പിൾ പ്രോഡക്റ്റ്. ഞാൻ നിങ്ങൾ ചുമ്മാ ഓർക്കാൻ വേണ്ടി പറഞ്ഞാണ്. ബോക്സ് പോലെ ABC. ABC എന്താ? വെക്ടേഴ്സ്. 3 edges, length, breadth, height. Volume is equal to scalar triple product ABC. സ്കെയിലാർ ട്രിപ്പിൾ പ്രോഡക്റ്റ് കാണുന്നത് നമ്മൾ ഡിറ്റർമിനൻ്റ് വെച്ചിട്ടാണ്. ഫസ്റ്റ് വെക്ടർ 2 കോഎഫിഷ്യൻ്റ് ഓഫ് I J K 2 minus 3 4 ഫസ്റ്റ് റോ 1 2 minus 2. 3 minus 1 1. Two into first row first row 2 into 1 minus 1 into minus 2 2 minus 3 plus 3. First row second column 1 into 1 minus 3 into minus 2 1 minus 6 plus 4 into minus 1 minus 6 2 into 0 0 3 into 7 21 minus 7 into 4. നമ്മൾ വോളിയം നെഗറ്റീവായിട്ട് പറയൂല. 7 ക്യൂബിക് യൂണിറ്റ്സ്. Question number 5. Find the length of the latus rectum.
of 5x square plus 9y square is equal to 45. ഇതെന്താണ്? എലിപ്സ് ആണ് അല്ലേ? ഡിവൈഡിങ് ഈച്ച് ടൈം ബൈ 45. x square by 9 y square by 5 is equal to 1. x square by a square plus y square by b square is equal to 1. a is equal to 3, b square a square 9, b square 5. Length of lattice rectangle എന്താ? 2b square by a. Two into 5, 10. A 10 divided by 3. Let n be a 2-digit number and Pn be the product of digits. Pn be the product of digits. Sn the sum of digits. Question short ആക്കി എഴുതും. Two-digit number n is equal to p of n plus s of n. ഒരു 2-digit number Pn means the product of digits. Sn means sum of that 2 digits. But this plus this product of digits plus sum of digits we get the 2-digit number. Find unit digit. That's the question. നമുക്കറിയാം ഇപ്പോൾ 10th ഡിജിറ്റ് യൂണിറ്റ് ഡിജിറ്റ് എക്സ് വൈ 27. പ്രോഡക്റ്റ് ഓഫ് ഡിജിറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താ? 2 into 7. സം ഓഫ് ഡിജിറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താ? 2 + 7 അല്ലേ? ഇനി 2 ഡിജിറ്റ് നമ്പർ എന്ന് പറഞ്ഞാൽ എന്താ? 2 into 10. നിങ്ങൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ടല്ലോ, എക്സ്പാൻഡഡ് ഫോം അല്ലേ? 2 into 10 plus 1 into 7. 2 ഡിജിറ്റ് നമ്പർ എന്ന് പറയുമ്പോൾ ഇവിടെ എന്താ വരുന്നത്? 10x plus y. പ്രോഡക്റ്റ് ഓഫ് ഡിജിറ്റ്സ് എക്സ് വൈ. സം ഓഫ് ഡിജിറ്റ്സ് എക്സ് പ്ലസ് വൈ. നമുക്ക് വൈ മാത്രം കണ്ടാൽ മതി. നമുക്ക് ഈ വൈ ലെഫ്റ്റിൽ കൊണ്ടുവരാം. വൈ വൈ ക്യാൻസൽ. 9x ഈസ് ഈക്വൽ ടു എക്സ് വൈ. എക്സ് ക്യാൻസൽ. വൈ ഈസ് ഈക്വൽ ടു 9. ഈ യൂണിറ്റ് ഡിജിറ്റിൻ്റെ ആൻസർ എന്താ? 9. Question number 7. 1 plus 2 plus etc. n. The whole raised to x. 1 cube plus 2 cube plus etc. n cube. The whole raised to 2. Find x. ഇതെന്താ? സം ഓഫ് ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സ്. n into n plus 1 by 2. The whole raised to x. Sum of cubes n into n plus 1 by 2. The whole square. The whole raised to 2. The 1 cube plus 2 cube plus etc. n cube ആണ് ഈ ഫോർമുല. n into n plus 1 by 2. The whole raised to x is equal to n into n plus 1 by 2. The whole raised to 4. Bases are equal. So exponent equating x is equal to 4. Question number 8.
Sin x is an integrating factor. Integrating factor വരുന്ന അറിയാമല്ലോ, ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഇതിലും കുറച്ചും കൂടെ ടഫാണ് അടുത്ത ഞാൻ വീഡിയോയിൽ ഇടുന്ന ക്വസ്റ്റ്യൻസ്. Sin x is an integrating factor of the differential equation dy by dx plus py is equal to q. ഇവിടെ വേറൊന്നും തന്നിട്ടില്ല. പി ക്യാൻ ബി ജനറലായിട്ട് വരികയാണ്. നമുക്കിവിടെ ഓപ്ഷൻസ് ഞാൻ പറയാം, എന്നിട്ട് നമുക്ക് ചെക്ക് ചെയ്യാം. എ ലോഗ് സൈൻ എക്സ്, ബി കോട്ട് സി സൈൻ എക്സ്, ഓപ്ഷൻ ഡി ലോഗ് കോസ് എക്സ്. ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ എന്താ? എഫ് ഇ റേസ് ടു ഇൻ്റഗ്രൽ പി ഡി എക്സ്. ഇ റേസ് ടു ഇൻ്റഗ്രൽ പി ഡി എക്സ്. അതാണ് നമുക്ക് എന്ത് കിട്ടിയിരിക്കുന്നത്? സൈൻ. ഇൻ്റഗ്രൽ പി ഡി എക്സ് നമുക്ക് സിംഗിൾ സൈനിന് കിട്ടണമെങ്കിൽ ഇ റേസ് ടു വരണമെങ്കിൽ എന്തായിരിക്കണം? ഇ റേസ് ടു ലോഗ് സൈൻ എക്സ് എന്ന് വന്നാലേ നമുക്ക് സൈൻ എക്സ് എന്ന് എഴുതാൻ പറ്റുള്ളൂ. അപ്പം നമുക്ക് ഇ റേസ് ടു ലോഗ് സൈൻ എക്സ് എന്ന് ലോഗ് സൈൻ എക്സ് ഉള്ള രണ്ട് ടേമും നമുക്ക് മാറ്റാം. കാരണം ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കിട്ടിയാൽ നമുക്കിത് കിട്ടത്തില്ലല്ലോ. ലോഗ് വരുന്ന രണ്ട് ടേം നമുക്ക് മാറ്റാം. പിന്നെ ഇതിലേതെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ സൈൻ എക്സ് ആണ് എടുക്കുന്നതെങ്കിൽ ഇ റേസ് ടു ഇൻ്റഗ്രൽ സൈൻ എക്സ് എന്ന് പറഞ്ഞാൽ ഇ റേസ് ടു മൈനസ് കോസ് എക്സ്. പിന്നെയുള്ള കോട്ടെക്സ്, ഇൻ്റഗ്രൽ കോട്ടെക്സ് എന്താ? ലോഗ് സൈൻ എക്സ്. ഇ റേസ് ടു ലോഗ് സൈൻ എക്സ് എന്താ? സൈൻ എക്സ്. ആൻസർ ഓപ്ഷൻ കോട്ടെക്സ്, ഓപ്ഷൻ ബി. Question number 9. The coordinates of the point at which line joining the points 4, 3, 1 and 1, minus 2, 6 meet the plane. Three x minus 2y minus z plus 3. നമുക്ക് ഈ വർഷം പ്ലെയിൻ +2 ഡിലീറ്റഡ് ആയിരുന്നു, എങ്കിലും നമുക്ക് എക്സാമിന് ചോദിക്കും. 4, 3, 1 ഈ രണ്ട് പോയിൻ്റ് ജോയിൻ ചെയ്യുന്ന ലൈൻ ഈ പ്ലെയിനെ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിൻ്റ് ഏത്? ക്വസ്റ്റ്യൻ ലെങ്ത് ചെയ്യേണ്ട സ്ഥലം കുറവ് ഞാൻ മായ്ക്കുകയാണ്. ക്വസ്റ്റ്യൻ നിങ്ങൾ മനസ്സിലായല്ലോ. ലൈൻ ജോയിനിങ് ദിസ് ആൻഡ് ദിസ് മീറ്റ് ദ പ്ലെയിൻ അറ്റ് വിച്ച് പോയിൻ്റ്? പോയിൻറ്റ്സ് ഞാൻ ഒന്നുകൂടെ എഴുതാം. 4, 3, -1 +1 1, -2, 6. Equation of the line joining this and this: x minus 4 by 1 minus 4.
y minus 3 by minus 2 minus 3. Z minus 1 by 6 minus 1 is equal to lambda. X any point on this line. നിങ്ങളിപ്പം MCQന് അതൊന്നും വേണ്ട, നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി പറയുകയാണ്. ഇവിടെ -3 ലാംഡ -4 അടിച്ചിട്ടിപ്പം എന്താവും -3 ലാംഡ പ്ലസ് 4. നേരെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക, -4 അടിച്ചിട്ട് -5 ലാംഡ പ്ലസ് 3 5 ലാംഡ പ്ലസ് 1. ഈ പോയിൻ്റ് ഏത് പ്ലെയിനിലാണ്? ദിസ് പോയിൻ്റ് ലൈസ് ഓൺ പോയിൻ്റ് നമുക്കൊരു പേര് കൊടുക്കാം. P ലൈസ് ഓൺ 3x minus 2y minus z plus 3 is equal to 0. 3 into minus 3 lambda minus 9 lambda plus 12 minus 2 into y ക്ക് പകരം ഇത് minus 2 into minus 5 plus 10 lambda minus 2 into plus 3 minus 6 minus of z minus 5 lambda minus 1 plus 3 is equal to 0. Minus 9 plus 10 1 1 minus 5 plus 12 minus 6 6 6 minus 1 5 5 plus 3 8 minus 4 lambda minus 8 lambda is equal to 2. Therefore point P is minus 3 into 2 minus 6 plus 4 minus 5 into 2 minus 10 plus 3 5 into 2 10 10 plus 1. ആൻസർ. നിങ്ങൾ അടുത്ത വീഡിയോ ഞാൻ നാളെ തന്നെ ഇടുന്നുണ്ട്. കാരണം ഇനി May 10 എക്സാം സ്റ്റാർട്ട് ചെയ്യല്ലേ. ഓരോരോ തിരക്ക് കാരണമാണ് ഡിലേ ആയിപ്പോയത്. നാളെ ഇടും. അപ്പോൾ നിങ്ങളെല്ലാവരും നാളെ ഇടുന്ന വീഡിയോ നിങ്ങൾ കാണുക, പഠിക്കണം, കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്ത കുട്ടികളുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.